സോഷ്യൽ മീഡിയയിൽ നിന്നെ വലിച്ചു കീറുന്നത് ആരെന്നറിയാമോ കേക്കച്ച? കേക്കച്ചന് സോഷ്യൽ മീഡിയയോട് പരമപുച്ഛമാണ്. ഇന്നലെ കണ്ടില്ലേ പുച്ഛിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ കൂടി അങ്ങനെ പലരും പലതും പറയുമെന്ന്. തൻ്റെ മുന്നിൽ കോലുമായി വന്ന് നിൽക്കുന്ന, തൻ്റെ മാസപ്പടി പറ്റുന്ന സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ പോലെയാണ് ഞങ്ങൾ എന്നാണ് കേക്കച്ചൻ്റെ വിചാരം. എന്നാൽ കേക്കച്ച, നിങ്ങൾ കുറിച്ചു, ഇത് കേരളത്തിൻ്റെ സ്പന്ദനമാണ്. തനിക്ക് ചൂട് കിട്ടി തുടങ്ങിക്കാണുമല്ലോ. ഈ ജനങ്ങൾ തന്നെ വരുന്ന തവണ നിയമസഭയുടെ പടി ചവിട്ടിക്കില്ല. രാഹുലിന് നീതി തേടിയുള്ള മിഷൻ 60യുടെ 18ാം ദിനമായ ഇന്ന് i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. ഈ വി ഡി സതീശൻ എന്ന് പറയുന്നവന്റെ തലയിലെ ചെളി പോലും ഇല്ലേ സാറേ? അത് ഈ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഒരു പഴുത് വെച്ച് ഉമ്മൻചാണ്ടി ഇവരെ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ കഴുതകളാക്കി അത് ജനങ്ങളങ്ങ് വിശ്വസിക്കും. ഇപ്പൊ ജനങ്ങളുടെ വിശ്വാസം ഇത്രയും പേര് ഈ ലക്ഷക്കണക്കിന് സാറിന്റെ ചാനലിൽ കൂടെ പ്രതികരിച്ചു കഴിഞ്ഞിട്ട് ഇവന്മാർക്ക് ഒരു ഇതുമില്ല. ഇവന്മാരെ ഇവനൊന്ന് മനസ്സിലാക്കേണ്ട, ഇവൻ പ്രതിപക്ഷ നേതാവായിട്ട് വന്നു, ഇവനെ അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നവർ തന്നെ വിട്ടുകാണ് എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളതില്ലാത്ത ഇവൻ എങ്ങനെ മുഖ്യമന്ത്രിയായിട്ട് കേരളം ഭരിക്കും? അല്ല സാർ, ഇവന്മാരുടെ തലയിൽ എന്തുമായിരിക്കുന്നത്? ഇവൻ ഒരു ശകലം ബോധമെങ്കിലും ഉണ്ട്. ഇവൻ ഒന്ന് ചിന്തിച്ച പോലെയാണ്. ഇവൻ പെട്ടെന്ന് ഒരു പ്രതിപക്ഷ നേതാവായി കയറി വന്നു കഴിഞ്ഞു, എന്റെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ് എന്നെ വെട്ടുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിവില്ലാത്ത ഇവന് എങ്ങനെ കേരള മുഖ്യമന്ത്രിയാക്കും? ഒന്ന് ആലോചിച്ച് നോക്കി. ശരിയല്ലേ സാറേ? ഇവന്റെ കൂടെ രാഹുലിനെയും ഷാപ്പിയും ഒക്കെ ഇവൻ വിട്ടാൻ ആദ്യം ഒരു ആരോപണം തെറ്റ് സംഭവിച്ചു പറഞ്ഞെങ്കിൽ ഇവൻ ആ തെറ്റ് തിരുത്തിക്കൊണ്ട് മുൻപോട്ട് വന്നാൽ ആ പിള്ളേരെ കൂടെ നിർത്തിയാൽ ഇവൻ ആ നേതൃത്വ സ്ഥാനത്ത് തന്നെ നിന്നോട്ട് പോകില്ല. പോയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇവന് മുഖ്യമന്ത്രിയാകില്ല. ഇവൻ ഈ രമേശ് ശരിക്കളി കളിക്കുന്നുണ്ട്, ഇവരിട്ട് പഴി വെക്കുന്നുണ്ട്. രമേശ് ചെയ്യാവുന്ന ദ്രോഹങ്ങൾ മുഴുവൻ അവർ ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഇവൻ എങ്ങനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി? ഈ PR വർക്ക് മുഴുവൻ ചെയ്യുന്നത് ജനങ്ങൾ അറിഞ്ഞ് ഈ പ്രതികരണങ്ങൾ മുഴുവൻ കേട്ടിട്ടും ഇവൻ എന്തോ മനസ്സിലാകുന്നത്. അപ്പൊ ഇവൻ കേരള ജനത മൊത്തം അവന്റെ അടിയിലാണ് നിൽക്കുന്നതാണ്, കോൺഗ്രസ്സുകാർ മുഴുവൻ അവന്റെ അടിയിലാണ് നിൽക്കുന്നത്. ഇത്രയും പ്രതികരണം കേട്ടു എന്തിനാണ് സാറേ ഈ കോടിപ്പണം ഇത്രയും ജനങ്ങളുടെ സമ്മതി ഉണ്ടെങ്കിൽ അതിൽ കൂടുതലുണ്ടോ? ഉമ്മൻചാണ്ടിക്ക് വെച്ചൊരു കെണി അത് സക്സസ്ഫുൾ ആയി, ജനങ്ങൾ ഒരുപക്ഷെ അങ്ങനെ അങ്ങ് വിശ്വസിച്ച് അങ്ങനെ അങ്ങ് തെറ്റിപ്പോയി. രണ്ടാം ഭരണസഭ പിണറായി കൊടുത്തു. പക്ഷെ ഇത് കണ്ടിട്ടെങ്കിലും ഇതെല്ലാം അറിഞ്ഞിട്ട് ജനങ്ങൾ ഇത്രയും പ്രതികരണം സാറിന്റെ ആ ഒറ്റ ചാനലിൽ കൂടി ഇത്രയും ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ട് ഇവന്റെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ ഇവന് പറ്റുന്നില്ലല്ലോ. ആറ്റിറ്റ്യൂഡ് എങ്ങനെ മാറ്റാൻ പറ്റും? കാശ് മേടിച്ചിട്ട് ഇവനിട്ട് പണിയാം, ഇവനെ ഇല്ലാതാക്കാന്ന് പറഞ്ഞിട്ട് കാശ് കണക്ക് പറഞ്ഞ് മേടിച്ചിട്ട് അതിനകത്ത് നിന്ന് എങ്ങനെ മാറാൻ പറ്റും? പണം എന്തിനാ സാറേ? ഇത്രയും ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതിൽ ശക്തമായ വിജയം എന്തുവാ സാറേ? അതിൽ കൂടുതൽ ചത്താൽ കിട്ടുന്ന ആത്മസമൃദ്ധി എന്തുവാ സാറേ? ഈ പണത്തിന് എന്നോ വിലയുണ്ടെന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായിട്ടും ഇവന്മാർക്ക് ഇത് അറിയാൻ കഴിഞ്ഞിട്ടല്ല. കാരണം ഇത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു. ഇതിന്റെ ആത്യന്തികമായ നഷ്ടം പാർട്ടിക്കാണ് ഉണ്ടാകുന്നതെന്ന് ഇവന്മാർക്ക് അറിയാൻ കഴിഞ്ഞിട്ടല്ല. അന്നേരം ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടും പിണറായി വിജയനിൽ നിന്നും അച്ചാരം വാങ്ങി ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി ഈ വിഷയം എത്രത്തോളം ഇങ്ങനെ കത്തിപ്പോവോ അത്രത്തോളം പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാവും. അന്നേരം ഈ ആന്റി ഇൻകംബൻസി ഫാക്ടർ എന്ന് പറയുന്ന ഈ ഇടതുപക്ഷ പിണറായി സർക്കാരിനെതിരെയുള്ള ആ ഒരു വികാരം ഡൈലൂട്ടഡ് ആയി സകല ദേഷ്യവും ഇവന്മാരോടും ഈ പ്രസ്ഥാനത്തോടുമായി മാറുമെന്ന് ഇവന്മാർക്കറിയാം. അന്നേരം ഇവന്മാര് ഇതിന് എന്താ പറയുന്നത്, ഈ മൂന്നാമതും പിണറായി വരാൻ വേണ്ടിയുള്ള ആ ക്യാമ്പയിന്റെ ഫ്ലാഗ് ബെയറേഴ്സ് അവന്മാര്. അത് തന്നെ പറഞ്ഞേ, മൂന്നാമത് പിണറായി വരുമ്പോ പിണറായി ലോകത്തിൽ ഏറ്റവും വലിയ ശക്തനായ നേതാവാകില്ലേ? ഇന്നലെ ഒരു കാര്യം കണ്ടു, അതായത് CPI അവരുടെ സമ്മേളനം നടക്കുന്നു. അവര് പോലും ഈ സർക്കാരിനെ എത്രയും ശക്തമായി വിമർശിച്ചു. ഈ ഒരു കാര്യം പോലും ചൂണ്ടിക്കാട്ടിക്കാൻ ഇവന്മാർക്ക് സാധിച്ചോ? അതിനെ ഒരു ആയുധമാക്കാൻ ഉപയോഗിച്ചോ? അല്ലെങ്കിൽ ആ CPI-കാരന്മാര് പറഞ്ഞ ഒരു ആരോപണം പോലും ഈ പന്നനെ, ഈ പ്രതിപക്ഷ നേതാവിന് ഉന്നയിക്കാൻ സാധിച്ചു ഇതുവരെ? ഇവരിപ്പോഴും ഇവന്റെ രാഹുലിന്റെ ജട്ടിയും തപ്പി പോവാ. എന്താ ഇവന് ചെയ്ത്? അതായത് ഞാൻ ചോദിച്ചു, ഇവന്റെ തലയിൽ
കണികയുടെ ബുദ്ധി പോലും ഇല്ല ഈ മമ്മട്ടി പോലെ ഇരിക്കുന്നവന്റെ കയ്യിൽ. എന്താ ഇതിന് പറയുന്നത്? ഇത് സാധാരണ ഒരു കൊച്ചു പിള്ളേർക്ക് പോലും മനസ്സിലാകും. നമ്മളെ 2 പ്രാവശ്യം തള്ളിയിട്ട് വീഴ്ത്താൻ നോക്കും, പിന്നെയും വരുന്നത് വീഴ്ത്താനാണെന്ന് മനസ്സിലാകും. 5 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാമല്ലോ. ഇവൻ എന്തോത്തിന്റെ ഈ പണം വാങ്ങിച്ച് ഇവന് ഇതിൽ കൂടുതൽ ജനങ്ങളുടെ ഇതിൽ ഇവർക്ക് വേണോ? ഇവനെപ്പോ ഇപ്പൊ മുഖ്യമന്ത്രിയെ പിരാകുന്ന പോലെ തന്നെ ഈ പ്രതിപക്ഷ നേതാവിനെയും ജനങ്ങൾ പിരാകുന്നില്ലേ? ജനങ്ങളത് ആ രീതിയിലല്ലേ ഇവനെ കാണുന്നത്. ഇത് എന്താ ഇത് പറയും? എന്താ സാറേ ഇത് പറയും? ജനങ്ങളിപ്പോൾ വെറുത്തിരിക്കും. ഒരു കാര്യം ചെയ്യും, രാഹുലിനോട് പറ, ഒരു 3ാം മുന്നണി ഷാഫിയോട് പറ, 3ാമതൊരു പാർട്ടി ഉണ്ടാക്കാൻ പറ. ഈ ജനം മൊത്തം എരമ്പി കാണും. ഈ 2 കൂട്ടത്തിലെയും ജനങ്ങള്, ഇടതുപക്ഷത്തിന്റെയും UDF-ന്റെ ആൾക്കാരെ ജനങ്ങൾ ഒന്നടഞ്ഞ് എരമ്പി വരും. നല്ലൊരു പാർട്ടി. എന്തിനാ ഈ പണം? ഇതിനും വേണ്ട പണം. ആത്മാർത്ഥതയോടുള്ള ഈ ജനങ്ങളുടെ ഈ സപ്പോർട്ട് പോലെ ഈ കേരളത്തിൽ ഏറ്റവും വലിയ ആളായി നിൽക്കാന് അതുപോലെ അതിൽ കൂടുതൽ എന്ത് വേണം? അതല്ലേ മനുഷ്യന്റെ ഒരു ഇതെന്ന് പറയുന്നത്. ആ രീതിയിലൊരു പാർട്ടി ഉണ്ടാക്കാൻ പറ. അല്ല ഇപ്പൊ എന്നോട് ജനങ്ങൾ വെറുതെ നിൽക്കുക, 2-3 പാർട്ടിയും വെറുതെ നിൽക്കുക. അപ്പോൾ നല്ല പാർട്ടി നല്ല രീതിയിൽ വരുന്നതിന് ജനങ്ങൾ ആവേശത്തോട് ഇത്രയും സമയം മതി, ഇനി കൂടുതൽ സമയമൊന്നും വേണ്ട, ഇത്രയും ഇലക്ഷൻ ഇത്രയും സമയം മതി, ഒരു പാർട്ടി ഉണ്ടാക്കുക. എന്നിട്ട് ആ രാഹുൽ ഗാന്ധിയോട് പറ, ഇവനെയൊക്കെ അടിച്ച് പുറത്ത് കളയാൻ പറ. ഞാൻ നിങ്ങളുടെ ഈ ചാനൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. നിങ്ങളെപ്പോൾ ഇത്ര ധൈര്യമായിട്ട് ഇതുപോലെ വെട്ടി തുറന്ന് പറയുന്നത് നമുക്കൊരു ആശ്വാസമാണ് എന്താണെങ്കിലും. അപ്പം നമ്മൾ ഈ ചർച്ചകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരുപാട് ഇപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് എൻ്റെ ചർച്ചകൾ ഞാൻ കേൾക്കുന്നുണ്ട്, ഒന്നും വിടാതെ ഉണ്ട്. ഞങ്ങൾക്ക് നമുക്ക് അത്ര ഇഷ്ടമാണ് നിങ്ങൾ ഈ ഇതിൽ നിങ്ങളെ സംസാരവും നിങ്ങളെ പറയുന്ന കാര്യത്തിനുള്ളിലുള്ള കാര്യങ്ങളും അത് അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പറയുന്നുണ്ട്. അതിനുള്ള തെളിവുകളും അത് നിങ്ങൾ വെക്കുന്നത് വളരെ ക്ലിയർ ആണ്. അല്ല, നമ്മൾ ഇതൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ ഒന്നും അല്ല ഊന്നി പറയേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനൊരു മലപ്പുറക്കാരനാണ്, ഒരു ലീഗ് അനുഭാവിയാണ്. ഞാൻ ഈ ലീഗാരെ മേത്ത് കയറണ്ട, അവരെന്നെ ഇതാക്കിട്ടോ. ഞാൻ മെമ്പർഷിപ്പുള്ള ആളൊന്നുമല്ല, ലീഗ് അനുഭാവിയാണ്. ഞങ്ങൾ ലീഗിന് വോട്ട് ചെയ്യുന്നവരാണ്. ഇതാണ് ഞങ്ങളുടെ ഇതുള്ളത്. അപ്പം ഞാൻ പറയുന്നത് ഇതുള്ളൂ. എനിക്ക് ചെറുതായിട്ട് 1-2 കാര്യം പറയാനുണ്ട്. അതായത് ഈ പറയുന്ന ഈ ചർച്ച നടത്തേണ്ട ഇവിടെ ഒന്നുമല്ല. അതായത് ഈ സതീശനാണ് ഇതിൻ്റെ ഒന്നാമത്തെ സ്റ്റാർട്ടിങ്. അതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഇത് പിണറായി സതീശനും കൂടെ ഒത്തുകൊണ്ട് എന്തോ ഒരു ഭയങ്കരമായ ഗൂഢാലോചന, ഇവന് എത്രയോ കണക്കില്ലാത്ത കോടിക്കണക്കിന് ഉറുപ്പിക വാങ്ങിയിട്ടുണ്ടാവും. അതാണ് ഇതിൻ്റെ ഇത് കാണുന്നത്. നമുക്ക് ഒരൊറ്റ സംഗതി ചിന്തിച്ചാൽ മതി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചിന്തിച്ച് തല ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതായത് അവനിപ്പോൾ ഇതാക്കിയത്, ഈ പെണ്ണ് പറയുന്നു ഇവന് എനിക്ക് അച്ഛനെ പോലെയാണെന്ന്. പെണ്ണ് അച്ഛനാവട്ടെ പിന്നെ ഇതാവട്ടെ, അത് പിന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. അങ്ങനെ അവൾ പറയുന്നു. അപ്പോൾ ഇത്രയും അടുപ്പുള്ള ഈ സതീശൻ്റെ പാർട്ടിയിലുള്ള ഒരാളെ അവളിപ്പോൾ ഇങ്ങനെ ഒരു കേസോ അല്ലെങ്കിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ സതീശനായിട്ട് ചർച്ച ചെയ്യാനുള്ള പറയില്ല. അപ്പോൾ അത് ചർച്ച ചെയ്തപ്പോൾ അത് അങ്ങനെ വേണ്ട, അത് നമ്മളെ ഇതിൽപ്പെട്ടാണ്, പിന്നെ രാഹുലിന് പ്രശ്നം വന്നാൽ നമുക്കെല്ലാം പാർട്ടിക്ക് പ്രശ്നമാണ്, അത് എനിക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ആ പെണ്ണതിനെ ഇറങ്ങി തിരിക്കില്ലല്ലോ. അപ്പോൾ ആ പെണ്ണ് ഇറങ്ങി തിരിച്ചതല്ല, ആ പെണ്ണിനെ വശീകരിച്ച് ഇതായിട്ട് ഈ പെണ്ണിനെ കൊണ്ട്, അതായത് ഇതിനെ കൂടാതെ ഒരുമപ്പെട്ടത്. കാരണം ഈ രാഹുല്, ഈ ഷാഫി പറമ്പിൽ, ഇവർ ഈ ചെറുപ്പക്കാർ ഇപ്പോൾ കയറി വന്നാൽ ഈ കിളവന്മാർ മൊത്തം പോക്കാണ്. ഇവരെ 10 വയസ്സിക്ക് പറ്റാത്തവരാണെന്ന് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഈ കഞ്ഞി മുക്കി ഒരു കതറിട്ടിട്ട് ഇങ്ങനെ നടക്കുക എന്നല്ലാണ്ട് ഇവൻ എവിടെയെങ്കിലും ഒരു സമൃദ്ധി എവിടെയെങ്കിലും കണ്ടോ? കൈ ചൂണ്ടിട്ട് ഇങ്ങനെ മൂക്കൊക്കെ ഒന്ന് ഉറപ്പിച്ചിട്ട് ഇങ്ങനെ ഈ ചാനലിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ ഒന്ന് കൊടയുന്നല്ലാണ്ട് ഇവനെ എന്ത് കുന്താ ചെയ്തിരിക്കുന്നത്? എനിക്ക് എത്ര വെച്ചാൽ ഭയങ്കരമാണ്. ഇപ്പം ഞാൻ പറയുന്നതൊന്നുമല്ല, ഈ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഒരു കാരണവശാലും ഈ രാഹുൽ ആ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാവി നഷ്ടപ്പെട്ടു പോകും. അദ്ദേഹം ധൈര്യമായിട്ട് ഇറങ്ങണം. ആണായിട്ട് ഒരു ദിവസം ജീവിച്ചാൽ മതി, മരിക്കാൻ എപ്പോഴും മരിക്കുമല്ലോ. ആരും ഒന്നും ചെയ്യില്ല. ധൈര്യമായിട്ട് ഇറങ്ങിയാൽ ഈ കേരളത്തിലുള്ള ഈ മൊത്ത കോൺഗ്രസ്സുകാരും ഈ പറഞ്ഞ ഈ പടുകളവന്മാരും ആ 3 തള്ളാരും ഒഴിച്ച് മുഴുവൻ ആളുകളും ഈ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യും. അത് ഉറപ്പുള്ള കാര്യമാണ്, ഒരു സംശയമില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ പിന്നതായിട്ടുണ്ടും ഞാൻ കോൺഗ്രസ്സുകാരനൊന്നും അല്ലല്ലോ. എനിക്ക് എന്തൊരു അദ്ദേഹത്തെ അവരൊക്കെ എന്ന് വെച്ചാൽ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഇറങ്ങുന്നവരാണ്. ഇവരൊക്കെ ഞാൻ പൈസ സമ്പാദിക്കാനും അധികാരത്തെ കസേരയിൽ ഇരിക്കാനും വേണ്ടിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ സതീശനെ എനിക്ക് എന്ന് പോയി പുറത്ത് വിളിക്കുന്നത് അറിയോ? അവൻ ആ ഇതിൻ്റെ കയ്യിൽ സുധാകരൻ്റെ കയ്യിൽ നിന്ന് ആ മൈക്ക് തട്ടിപ്പറിച്ച് അന്ന് ഇവൻ്റെ ഒരു അഹങ്കാരം നോക്കണം. അത് സുധാകരൻ്റെ നല്ല പ്രായത്തിലാണെങ്കിൽ ഒരു ഒറ്റ എണ്ണം പൂച്ചെന്ന് എനിക്ക് തോന്നുന്നു, മോന്തടിച്ചത് കൊടുക്കും ഇത് വലിച്ചു പറിക്കുന്നത്. അത് അവിടെ എന്തെങ്കിലും ആയിട്ട് ഇപ്പോൾ ഈ ഇത്രയൊക്കെ വയസ്സായതുകൊണ്ടായിരിക്കും മൂപ്പര് ക്ഷമിച്ചത്. അല്ലെങ്കിൽ മൂന്നടിച്ച് കൊടുക്കണം.
അപ്പൊ ഇവൻ ഈ പെണ്ണിനെ കൊണ്ട്, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവൻ ഈ പെണ്ണിനെ കൊണ്ട് ഈ സംഭവം ഉണ്ടാക്കിച്ചതിന്റെ കാരണം ഇവർ വളർന്നു വന്നാൽ ഒരിക്കലും ഇവന് മുഖ്യമന്ത്രി ആവാൻ ഒരിക്കലും സാധിക്കില്ല, ഉറപ്പുള്ള കാര്യമാണ്. ഇനി ഇവന്റെ ജീവിതത്തിൽ മുഖ്യമന്ത്രി പോയിട്ട് ഒരു MLA ഏതെങ്കിലും സ്ഥലത്ത് നിന്നും ജയിക്കട്ടെ, കോൺഗ്രസ്സുകാർ അടിച്ചു പൊളിച്ച് തോൽപ്പിക്കും. അവിടെ ഏത് അവൻ നിന്നാലും ഓൻ ഔട്ട് ചെയ്തോട്ട് ഇവരെ പൊളിക്കുന്നുള്ള ഉറപ്പുള്ള കാര്യമാണ്. ഈ 5 പേരെ മറന്നു കളഞ്ഞെങ്കിൽ, അതായത് ഈ ആ 3 തള്ളാരെയും ഈ പിന്നെ ചെന്നിത്തലനും ഇവനും ആൾക്കാർ മറക്കുകയായിരിക്കും നല്ലത്. കാരണം ഇവർ എവിടെ നിന്നാലും കോൺഗ്രസ് തോൽപ്പിക്കണം. ഇപ്പൊ എൻ്റെ ഭാഗത്ത് അവർ നിൽക്കുന്നത് ഞാൻ വോട്ട് ചെയ്യില്ല. നമ്മളിപ്പോൾ UDFിന്റെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ ഒരു ലീഗുകാരനാണ്, അപ്പൊ നമ്മൾ UDFിനെ വോട്ട് ചെയ്യുക. ഇവനിപ്പോൾ ഞാൻ പിന്നെ ലീഗുകാർ പറഞ്ഞാൽ ഞാൻ വോട്ട് ചെയ്യില്ല. ഇതായിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇവനെ പുറത്താക്കണം. അപ്പൊ ഈ ഇപ്പോഴുള്ള ഈ പിള്ളേർ പൊങ്ങിയാല് ഇവര് ധൈര്യമായിട്ട് മുന്നോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഈ കിളവന്മാരെല്ലാം മാളത്തിപ്പോയി വിളിക്കും. ഇവരുടെ കൂടെ ജനങ്ങൾ 100% കോൺഗ്രസ്സുകാർ ഇവരുടെ കൂടെ നിൽക്കുകയും ചെയ്യും. പക്ഷെ രാഹുൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ രാഹുൽ ആ റൂമിൽ കിടന്ന് മരിക്കാന്നല്ലാണ്ട് ഒരു 10 വയസ്സിന്റെ ഉപയോഗമല്ലാണ്ട് ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ, ഇത്രയും ധൈര്യമുള്ള ആൾക്ക് പെട്ടെന്ന് ഈ ധൈര്യം അങ്ങനെ ചോർന്നു വരില്ല. ഇനി ഞാൻ പറയുന്നത് രാഹുൽ കുറ്റം ചെയ്താൽ ജനങ്ങൾ അത് സഹിക്കാൻ തയ്യാറാണെന്ന്. അതേ പ്രായത്തിൽ എല്ലാവരും ഇപ്പൊ ഈ വലിയ വലിയ വർത്താനം പറഞ്ഞ് നടക്കുന്ന യുവമാരൊക്കെ ഉണ്ടല്ലോ, യുവമാരൊക്കെ എന്തെല്ലാം കാണിച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും പുറത്തു വന്നിട്ടില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. അത് ചെയ്യാതെ ഒന്നുമില്ല. ഇപ്പൊ അവന്റെ കൂടെ നിൽക്കുന്ന ആ മുറിക്കശം തുണിയിട്ട് ആ ഇത് കെട്ടിക്കൊണ്ട് നിൽക്കുന്ന ആ ബമ്പറന്നോള് അത് അപ്പൊ അങ്ങനെ കണ്ട ആർക്കപ്പോൾ. പക്ഷെ എനിക്കിപ്പോ 73 വയസ്സായി. 73 വയസ്സായി. ഇപ്പൊ അവളെ കണ്ടപ്പോ എന്താ അവളുടെ ഇതായത് നമ്മളൊന്നും അറിയാണ്ട് അതിലേക്ക് ഇതായി പോലെ. അങ്ങനെ ചെറുപ്പക്കാർ നല്ല ആരോഗ്യമുള്ള നല്ല ആളുകളുടെ ആരും വീഴും. വശീകരിക്കാൻ നോക്കിയാൽ ഒരു പെണ്ണ് വശീകരിക്കാൻ നോക്കിയാൽ ആരും വീഴും. 90% ആൾക്കാരും വീഴും. അതിപ്പോ അതിൻ്റെ ഇതാണ്. പിന്നെ മതപരമായിട്ട് എന്തെങ്കിലും ഭയം ഉണ്ടെങ്കിൽ നമ്മളായിരിക്കും പോകില്ല, അത്രേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം വെറും വർത്താനം പറഞ്ഞതായിട്ട്. അപ്പൊ രാഹുൽ ധൈര്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ ഒരു നല്ല എന്ന് വെച്ചാൽ വമ്പിച്ച സ്വീകരണം കിട്ടും. പാലക്കാടൊക്കെ പോയി കഴിഞ്ഞാൽ 100% ആൾക്കാരെന്ന് വെച്ചാൽ BJPക്കാർ വരെ സപ്പോർട്ട് ചെയ്യും. ഇതായിട്ട് ഇനിയിപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതുവരെ അവന് കിട്ടുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്ര ഇതുള്ളതാണ്. മരിക്കാനി മരിക്കട്ടെ, എന്തിനും പേടിച്ച് ഒരു റൂമിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇട്ടവർ തല്ലി കൊല്ലും, ഇങ്ങനെ കൊല്ലും. ഇതാണ് ഉള്ളത്. ഇപ്പൊ ഇവൻ പറയുന്നത് സതീശ പറഞ്ഞു ഞാൻ രാജിവെക്കും. എന്റെ ചങ്ങായി രാജിവെച്ചാൽ രക്ഷപ്പെട്ടു. അന്നെപ്പോലത്തെ ഒരു ഇന്ന് രാജിവെച്ചു. നീ രാജിവെച്ചിട്ടില്ലെങ്കിൽ കോൺഗ്രസിന്റെ കാര്യം കട്ടപ്പകയാണ്. ഇത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിന്റെ അടപ്പൂരും ഉറപ്പുള്ള കാര്യമാണ്. കോൺഗ്രസിന്റെ കാര്യം ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല കോൺഗ്രസ്. ഇവനെ വെച്ചുകൊണ്ടല്ല ഈ ചെന്നിത്തല ഇവർ ഈ കടിപിടി കൊണ്ട വിമാനമാണ്. ഇവിടെ നിന്നും ജനങ്ങൾക്ക് കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടേ അല്ല, കുടുങ്ങിയിട്ട് നിൽക്കുകയാണ്. ഇവരെയൊക്കെ പുറത്താക്കി എടുപ്പത് ഇഷ്ടംപോലെ ചെറുപ്പക്കാരുണ്ടല്ലോ, അവരെ കൂട്ടിപ്പിടിച്ച് അവർ ഒന്നായിട്ട് നിന്നിട്ട് മുന്നോട്ട് കൊണ്ട് ഇറങ്ങിയാൽ തീരാവുന്ന പ്രശ്നപ്പെടുള്ളൂ. സതീശനൊക്കെ പോടിയ വഴി കാണൂല. ജനങ്ങളെ മുന്നിലേക്ക് സതീശൻ പോകുമ്പോൾ ശ്രദ്ധിച്ചോളുണ്ട്. കാരണം ജനങ്ങൾ ചെറുപ്പക്കാർക്ക് നല്ല ചൂട് കയറിയിട്ടുണ്ട്. പനി റോട്ടിലിട്ട് പൂശും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പോകണ്ട, നല്ല അത്യാവശ്യം പോലീസ് ഇതൊക്കെ കൊണ്ടൊക്കെ വെച്ചിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ ഇതിന്റെ അടപ്പ് ജനങ്ങൾ വരും. അത്ര ജനങ്ങൾക്ക് ദേഷ്യമാണ്. ഇതൊക്കെ എന്ത് മനുഷ്യനോടോ ആലോചിച്ച് നോക്കിയത്. എന്താണ് അപ്പൊ ചെങ്ങാതി ചെയ്ത് കൂട്ടി പണി? അതിപ്പോ നമുക്ക് ശരിക്കും അവിടെയാണ് ചർച്ച ചെയ്യേണ്ടത്. ഈ പെണ്ണിനോട് പറയാണ് നമ്മുടെ പാർട്ടിക്ക് ദൂഷ്യം വരുന്ന ഒന്നും നീ നമ്മൾ പറയാൻ പാടില്ല. അവള് പറയോ? പറയില്ല. സതീശന് എന്ത് പറഞ്ഞാൽ ഞാൻ പറയുന്ന പറയുന്നത്. അപ്പൊ ഇവനത് ഇളക്കി എന്നിട്ട് അവള് പറഞ്ഞൊരു പരാതി ഇവന്റെ മൂക്കും കണ്ണൊക്കെ കിടന്ന് വിറക്കുകയാണ്. എനിക്ക് പരാതി കിട്ടി, അവള് പരാതി പറഞ്ഞവള് പരാതി പറഞ്ഞ് ഇവനോട് അല്ലല്ലോ പരാതി പറയേണ്ടത്, പോയി കേസ് കൊടുക്കട്ടെ. രാഹുൽ കുറ്റം ചെയ്താലും ധൈര്യമായിട്ട് ഇറങ്ങാം. അത് പിന്നെ കോടതിയിൽ കേസ് വരട്ടെ. വന്നിട്ട് അത് പഠിക്കുമ്പോൾ ഒരു പെണ്ണോട് ഗർഭം കലക്കണെ പറ്റി പറഞ്ഞു. അതിപ്പോ മനുഷ്യൻ ഭയപ്പെട്ടാൽ പറയും അത് ഞാൻ നമുക്ക് കളയാൻ നോക്കും. കാരണം മാനം കെടുത്തൊരു പ്രശ്നമാണ്. അപ്പൊ ആ പെട്ടെന്ന് എന്തും പറയും. അതൊന്നും കാരണമാക്കണ്ട. അതിനിപ്പോ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് രാഹുലിന്റെ പേര് കേസൊന്നുമില്ല. ആരെങ്കിലും പറയാണ് ഈ ഗർഭത്തിന്റെ ആ ശബ്ദരേഖ താങ്കളുടേതാണോ ചോദിച്ചാൽ അത് നിങ്ങൾ പിന്നെ എന്തെങ്കിലും അങ്ങനത്തെ പിന്നെ എന്റേതാണെന്ന് വല്ല കേസ് എന്തെങ്കിലും ഉണ്ടോ, ഇതുണ്ടോ ചോദിക്കാം. കേസിന് അവിടെ ഒന്ന് മറുപടി പറഞ്ഞാൽ പോലെ പോയി പണിയാക്കാം. ഈ ചാനലിനോട് ആട്ടി വിടണം ചാനലുകാരെ. ഇവന്മാര് കുഴപ്പത്തിന് വേണ്ടി നടക്കുകയാണ് നിങ്ങൾ എല്ലാ സംഗതികളും. പിന്നെ ഒരുപാട് സംഗതികൾ ചിന്തിക്കാനുണ്ട്. അതായത് ഇപ്പൊ ഈ ഉമ്മൻചാണ്ടി നോക്കുന്നുണ്ട്. ആ ഉമ്മൻചാണ്ടി മുമ്പുള്ള കേസ് കൊടുക്കുന്നത് എന്താണെന്നാൽ ഇവര് പെണ്ണ് കേസ് ആ സിനിമ കണ്ടില്ലേ, അതേ സ്റ്റോറിയാണ് ഇവരുടേത്. ഏതെങ്കിലും നല്ലൊരാളുണ്ടെങ്കിൽ ശക്തിയുള്ളവരുണ്ടെങ്കിൽ അവന് മേലേക്ക് ഒരു പെണ്ണ് കേസ് കിട്ടുക. ഈ കേരളത്തിൽ ജനങ്ങളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് ഈ ജനങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. ആ ഉമ്മൻചാണ്ടിനെ പറഞ്ഞപ്പോൾ അതും നമ്മൾ വിശ്വസിച്ചു. എന്നിട്ട് അയാൾക്കെതിരെ നമ്മൾ വോട്ട് ചെയ്തിട്ട് തോപ്പിച്ചിട്ട് ഈ ജാതി ആളുകളെ കയറ്റി നമ്മൾ ഇരുത്തി. എന്നിട്ട് എന്താ നമുക്ക് സംഭവിച്ചത്? ഒരു കിറ്റ് കിട്ടിയ സന്തോഷമായി, എന്തോ ഭയങ്കര സംഭവം ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും
ഇപ്പൊ ഇതുപോലെ പൊളിഞ്ഞ് പാളീഷായി 10 സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥയിൽ എത്തിയപ്പോഴാണ് ഈ ചങ്ങാതി ഈ കുഴപ്പം. കാരണം ഇത് പിണറായി ഇങ്ങോട്ട് കിട്ടാ, ഇവനിപ്പോ ആ ദുബായി പോയിട്ട് ഇപ്പൊ ആളുകൾ ഇങ്ങനെ പറയുന്നത് നമ്മൾ നേരിട്ട് നമുക്ക് പിന്നെ ഇതില്ലെങ്കിലും ആലോചിച്ച് നോക്കി, നല്ല എമൗണ്ട് കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ട് ചിലപ്പോൾ ഈ കളവന്മാർക്കും കളികൾക്കും ചിലപ്പോൾ അതിന് വീതം കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇവർക്ക് ഈ ചാടി വീഴുന്നതിനാണ്. ഒരു കേസ് ഉണ്ട് ആരെങ്കിലും പറയുമ്പോൾ ചാടി വീഴില്ല, ഞങ്ങൾ അന്വേഷിക്കേണ്ട കേസിന് വരട്ടെ, അപ്പൊ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഓ ഞാനൊരു വലിയ നേതാവായിട്ട് അങ്ങോട്ട് ഓൻ്റെ ഒരു എന്താ ചങ്ങാതി പറയുന്നത്. എൻ്റെ മുന്നിൽ കിട്ടിയ എന്താ സമയം, എനിക്കിപ്പോൾ ഈ വയസ്സാവും ഞാൻ നോക്കൂല, എനിക്ക് അത്ര ഇതാണ്. 4 വർത്താനോട് ഞാൻ പറയും, എത്ര തള്ളാരും വേണം കരയുന്നത്. അപ്പൊ അത് ഞാൻ പറഞ്ഞു, രാഹുൽ കുറ്റം ചെയ്തിട്ടുണ്ടാവാം, നമ്മളില്ലാന്ന് പറഞ്ഞാൽ ആ പ്രായത്തിൽ ആർക്കും സംഭവിക്കാം. ഇനി മേലിൽ അങ്ങനെയൊക്കെ വരാതെ പിന്നെ ജീവിക്കുക. ഇനി എന്തെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രളയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തുറന്ന് പറയാം, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഞാൻ മേലിൽ അങ്ങനത്തെ ഒന്നുമില്ല, അതൊക്കെ ആ പ്രായത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെ കഴിഞ്ഞു. ഒരു ജനങ്ങൾ അവന് വെറുക്കില്ല. അവനൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തല്ല് കൊണ്ടിട്ടോ പോലീസിനെ ഇടിയും കുത്തും കൊണ്ട് ജയിലിൽ കിടന്ന് വന്ന ആളാണ്. ഇവനെ പോലെയല്ല. ഇവൻ എന്നും ഇങ്ങനെ കുറെ കഞ്ഞി മുക്കിയിട്ട് ഒരു ഷർട്ടും ഇട്ടിട്ട് ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കുകയാണ്, കള്ള ജന്തു. എന്റെ പേര് ഷാബി നായർ, പെരുമ്പട്ടി. സാറേ, രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ട നാള് മുതൽ ഈ മറ്റേ പാർട്ടിക്കാരെല്ലാം ഇങ്ങോട്ട് തിരിഞ്ഞതായിരുന്നു. അവരെല്ലാം പറഞ്ഞു നല്ല പിള്ളേരാ അതുങ്ങൾ, അവരൊക്കെ നമ്മുടെ നാടിന് നല്ലതാ, മുഖ്യമന്ത്രി വരെ ആകാനുള്ള കഴിവുള്ള പിള്ളേരാ അവരെയൊക്കെ കണ്ട് ഒത്തിരി തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഈ കോൺഗ്രസിന് സാധനമില്ല. ഇനി എല്ലാരും ഇപ്പം ഞങ്ങളോടൊക്കെ പറഞ്ഞിരിക്കുക കമ്മ്യൂണിസ്റ്റിന് ചെയ്യണ്ട, BJP കൊടുത്തോളാൻ പറഞ്ഞു. ഇനിയിപ്പം ഞങ്ങൾ BJP ഒക്കെ കയറ്റാൻ നോക്കും എല്ലാരും അങ്ങനെ പറയുന്നത്. ഇപ്പം കമ്മ്യൂണിസ്റ്റ് ഞങ്ങളെല്ലാരും കോൺഗ്രസിന്റെ കയറ്റണം എന്നും പറഞ്ഞായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതാ. ഇപ്പൊ ഇങ്ങനെ തന്നെയാ പറയുന്നത്. ഇവര് ആ സതീശൻ സാറിനെയൊക്കെ എന്തോ കെറുവാ മനുഷ്യനെന്നറിയാം. മനുഷ്യര് പറയുന്ന വർത്തമാനങ്ങൾ കേൾക്കണം എന്തൊക്കെയാണെന്ന്. ആ പെണ്ണിന്റെ കൂടെ നിന്നുള്ള കൈക്കുമുറിയും തീറ്റിയും ഒക്കെ കണ്ട് എന്തൊക്കെ അപരാധങ്ങളായി മനുഷ്യര് പറയുന്നറിയാമോ സാറേ? ആ കൊച്ചിനെയൊക്കെ വെറും പച്ച കള്ളമാ, ആ കൊച്ചിന്റെ കള്ളമോ അതൊക്കെ വെറും കള്ളമാ അതൊക്കെ. അതിനെയൊക്കെ തിരിച്ചെടുത്തില്ലെങ്കിൽ കോൺഗ്രസ് എപ്പം താന്നു പോയെന്ന് ചോദിക്കേ വേണ്ട. ഇല്ലെങ്കിൽ സാറ് നോക്കിക്കോ, ഞാൻ പറയുന്നത് കള്ളത്തരമാണെന്ന്. എനിക്ക് ഒരു പാർട്ടിയിലും ഞാൻ നിൽക്കുന്നതല്ല, ഞാൻ നല്ലതെന്ന് കാണുന്ന പാർട്ടിയിലേ ചെയ്യാറുള്ളൂ. ഞാൻ പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ചെയ്യത്തില്ല, എനിക്ക് ഇഷ്ടമല്ല പാർട്ടിക്കാരെ, ഞാൻ ചെയ്യത്തുമില്ല. ഞാൻ കോൺഗ്രസും എനിക്ക് BJP എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇത് കോൺഗ്രസാ. ഞാൻ സാറിനോടുള്ള സത്യം പറയുക, എങ്ങനെങ്കിലും ആ കൊച്ചിനെ കയറ്റുക. കോൺഗ്രസ് അതപ്പതിച്ചു പോകുന്നതിന് ഒരു തർക്കവും ഇല്ല. എല്ലാരും അതാ പറയുന്നത്. കോൺഗ്രസ് വേരറ്റ് പോകും കോൺഗ്രസിന്റെ. അത്ര കള്ളത്തരമായി ഇവർ ഈ പറഞ്ഞുണ്ടാക്കുന്ന ആ കൊച്ചിന്റെ പേർക്ക്. എന്ത് കള്ളത്തരമായി ഇപ്പൊ ഓരോന്ന് കൊണ്ടുപോയി പിന്നെയും പോയി ചെന്ന് കാശ് കൊടുത്ത് പിന്നെയും കൊണ്ടുവരുന്നു ആൾക്കാര്. ഇങ്ങനൊക്കെ നിൽക്കാൻ പെൺപിള്ളേരുണ്ടല്ലോ, ഇവർക്കൊക്കെ അച്ഛനും അമ്മയും ഒന്നും ഇല്ലയോ? ഇങ്ങനെ അനുസരണയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് വളർത്തുന്ന പെൺപിള്ളേര്, അനുസരണയുള്ള പെൺപിള്ളേരൊന്നും, ഉത്തരവാദിത്തത്തോടെ വളരുന്ന പെൺപിള്ളേരൊന്നും ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുകയില്ല. ഇവർക്കൊക്കെ നാണങ്കേടില്ലയോ ജീവിതത്തിൽ, സമൂഹത്തിൽ ഇല്ലേ? ആ സിനിമാ നടിയൊക്കെയാ അവരൊക്കെ അവളെ ഏറ്റവും വൃത്തികെട്ടത് കൂട്ടത്തിൽ കണ്ടത്. അവളാ ഏറ്റവും വൃത്തികെട്ടത്. അവിടെ വേഷവും ഈ തന്തയും തള്ളയൊക്കെ ഇതൊക്കെ നോക്കിയിരുന്ന് കണ്ട് രസിക്കുമായിരിക്കും. ഇങ്ങനത്തെ തന്തയും തള്ളയും ഞാൻ ഇതുള്ള ഇവരെയൊക്കെ വിളിക്കുന്നുണ്ട് സാറേ. എനിക്കിപ്പം 2 പേരെ കിട്ടിയുള്ളൂ. ഞാൻ പറയുക, നിങ്ങൾ എങ്ങനെയെങ്കിലും ഞങ്ങൾ കാല് പിടിച്ച് യാചിക്കുക, ആ കൊച്ചിനെ എടുക്കണേ. അവൻ പാവം ഒരു കുഞ്ഞാവന്, അവൻ പാവം. അവന്റെ വർത്തമാനങ്ങളൊക്കെ കേട്ടോ, എന്ത് നല്ല അവന്റെ പ്രസംഗം കേട്ടിരിക്കാനൊരു സുഖമുണ്ട്. അത്ര നല്ല പ്രസംഗം അവൻ പ്രസംഗിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ നാട് ഞങ്ങളെല്ലാം പറഞ്ഞിരിക്കുവായിരുന്നു നാട് നല്ലതാകുമെന്ന്. സാറേ, എങ്ങനെങ്കിലും ഞങ്ങൾ കാല് പിടിച്ച് ചായ്ക്കുക, ആ കൊച്ചിനെയൊക്കെ കൊണ്ടുവരാൻ നോക്കണേ. അറിയാമോ, ഞങ്ങളെല്ലാം കണ്ട് ഈ ലോകരാഷ്ട്രങ്ങളിലുള്ള മനുഷ്യർ മുഴുവനും പറയുന്നു. എങ്ങോട്ടിറങ്ങിയാലും മനുഷ്യരിതാ പറയുന്നത്. കോൺഗ്രസ് എങ്ങനെയാ നമ്മൾ കോൺഗ്രസിന് ചെയ്യണമെന്നും പറഞ്ഞിരിക്കുക. ഇനി അങ്ങോട്ടേ തിരിഞ്ഞ് നോക്കുക വേണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുക ചെയ്തേക്കണ്ട. ആ കൊച്ചു തിരിഞ്ഞ് വന്നില്ലെങ്കിൽ ഈ കോൺഗ്രസ് അതപ്പതിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു ഇതുമില്ല. സത്യമായിട്ട് എല്ലായിടത്തും ഈ കോൺഗ്രസ് തോക്കും. എൻ്റെ അപ്പച്ചയുടെ മോനൊക്കെ ഉണ്ട്, ഈ സദാശിവനൊക്കെ ഈ ചെന്നിത്തലയുടെ അടുത്ത പാർട്ടിയാ. അവനോടൊക്കെ ഞാൻ പറഞ്ഞപ്പോ അവൻ പറയാം, നമ്മളെന്തോ ചെയ്യാനാടി, അവിടെ ഇരിക്കുന്ന അവരിങ്ങനാ കാണിക്കുന്ന. ഞാൻ അവരോടൊക്കെ വിളിച്ചു പറഞ്ഞു, നമ്മളെന്തോ ചെയ്യാനാ, പറയതല്ലാതെന്ന് എന്നോട് അവൻ പറയുമായിരുന്നു. അവനൊക്കെ അവിടെ വരികയൊക്കെ ചെയ്തിട്ടുള്ളതാ. പറഞ്ഞിട്ട് എന്തോ ചെയ്യാൻ, നമ്മൾ പറയാവുന്നവരെ കൊണ്ടൊക്കെ പറയിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവരടുക്കുന്നില്ല അങ്ങോട്ട്. ഈ ചെന്നിത്തല ഈ
അയാളും വി ഡി സതീശനും അടുക്കത്ത് വി ഡി സതീശൻ ഇവർ രണ്ടുപേരും ഇതിനകത്ത് കിടന്ന് കളിക്കുന്നത്. ഇവനെ കാത്തു കെട്ടിട്ട് ഇവർക്ക് എന്നാ കാര്യം സാധിക്കാനാ? ഇവർ രണ്ടും ആരാണ്ടോട് ഒത്തിരി കാശ് മേടിച്ചിട്ടുണ്ട്. അതാ ഇത്രയും ഇങ്ങനെ കാണിക്കുന്നത്. ദുബായ് യാത്രയൊക്കെ പോയി. അപ്പം അവിടെ ചെന്നപ്പോൾ ആരാണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ കുറെ കാശ് കിട്ടി. ഇതെല്ലാം കിട്ടിയിട്ടില്ലേ? ഇതെല്ലാം കൊണ്ടായിരിക്കും. എന്തായാലും ഇത് വലിയ കളിയാ കളിക്കുന്നത്. ഇപ്പൊ അതേ പോയിട്ട് പിന്നെ വരുവാ, പിന്നെ എങ്ങാട്ടൊന്ന് പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് പിന്നെ ഇറക്കുന്നു. ഇവളുമാർക്കൊക്കെ നാണമില്ലല്ലോ. ഇവളുമാരുടെ അച്ഛനെയും അമ്മയും പിടിച്ച് വേണം ആദ്യം 2 കൊടുക്കാൻ. മക്കളെ ചൊല്ലും ചോറും കൊടുത്ത് വളർത്തണമായിരുന്നു. അതിങ്ങനെ കണ്ടമാനം കാളകളെ അഴിച്ചു വിടുന്ന പോലെ പെണ്ണുങ്ങളെ കൂടി ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുക. നമുക്ക് പേരൊന്നും പറയാൻ പറ്റത്തില്ല സാറേ. അതാ ഞാൻ ഈ ഒത്തിരി ഒന്നും പറയാത്തെ. അല്ല സാറേ, നമുക്ക് ഇതൊക്കെ കണ്ടാൽ കുറെ അറിയത്തില്ല. ഈയിടെ ഒരു അമ്മയ്ക്ക് കിടന്ന് പറയുന്നത് ഞാൻ കേട്ടതാ. ആ പെണ്ണിനെ ഇഷ്ടം പോലെ ചീത്ത പറയുന്നു. ഒരമ്മയ്ക്ക് മറിയാമ്മ അമ്മയ്ക്ക് ഒരമ്മയ്ക്ക് പറയുന്നത് കേട്ടോ, എന്റെ മോനെ രാവിലെ എനിക്ക് ഞങ്ങളുണ്ടടാ. എല്ലാവർക്കും കാര്യമാണ് അവനെ. എനിക്കാണെ സങ്കടം കരഞ്ഞു. ഞാൻ ഈ വഴിപാടില്ലാൻ ഒരിടത്തും ഇല്ല സാറേ. എല്ലായിടത്തും ഞാൻ വഴിപാടിട്ട് വെച്ചിരിക്കും. സത്യം പറയാ, എങ്ങനെങ്കിലും എടുക്കും. അവൻ അവിടെ എടുക്കും. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ വിളിക്കുന്ന ദൈവം ഒന്നും ഇല്ല, അവർക്കൊന്നും ശക്തിയില്ലെന്ന് ഞങ്ങൾ പറയും. ഇതുപോലെ ഞങ്ങളിവിടെ എന്ത് നേർച്ചകളായിരുന്നെന്നറിയാമോ. പിന്നെ ഇവരെന്തിനാ പോകുന്നേ? പിന്നെ എന്തിനാ സാറേ ഇവര് പോകുന്നേ? അവർക്ക് പരാതിയില്ല. പിന്നെ ഇവരെന്തോത്തിനാ ഈ അടുത്ത് ചാടിക്കോ പിന്നെയും കുത്തിപ്പൊക്കി കൊണ്ടുപോകുന്ന എന്തോത്തിനാ? അപ്പൊ ഇവനോടുള്ള എന്തോ വാശി കൊണ്ടല്ലേ? എനിക്ക് തോന്നി പിണറായി സാറിനെ എങ്ങാണ്ട് വിജയാന്നൊക്കെ വിളിച്ചു. അതൊക്കെ ഇവര് നമ്മളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വി ഡി സതീശനും സാറും കൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാ ഇവർക്കൊക്കെ കൂടെ കൂടിക്കൊണ്ട്. അപ്പൊ ഈടൊന്നും ഓർക്കണ്ടേ ഇത് എന്റെ പാർട്ടിയിലുള്ള കൊച്ചാ എന്ന് വി ഡി സതീശനൊന്നും ഓർക്കണ്ടേ? വേണ്ടേ? സതീശൻ സാറ് വേണ്ടേ നമ്മുടെ പാർട്ടിയെ കൈ കൊണ്ടു കിടക്കാൻ? അതേസമയത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് മുഴുവനും ഇരിക്കുന്ന അഴിമതിക്കാരല്ലേ? ഇതിൽ പോകാത്ത എത്ര പേരുണ്ട്? അതിനകത്തിരിക്കുന്ന ഒരാളേലും ഉണ്ടോ നല്ലവര്? അവരവരുടെ പാർട്ടിയെ അവർ കണ്ടോ ചേർത്ത് പിടിച്ചിരിക്കുക. പോകും. ഇവർ രണ്ടുപേരും കൂടെ എന്തെങ്കിലും ആലോചിച്ചിട്ടായിരിക്കും. അതല്ലേ ഇവനെ എടുക്കാത്തതിന് എന്തോ ഉണ്ട്, കാര്യം എന്നാ ഉണ്ട്? എന്തേലും കാര്യമുണ്ടോ? ഉണ്ടായിട്ടാണ് ഈ മാറ്റി. മറ്റവരുടെ ആ പിണറായി സാറിന്റെ ഒക്കെ എടുത്തിരിക്കുന്ന ആൾക്കാർ മുഴുവൻ തെറ്റ് ചെയ്തവരല്ലേ? അല്ലേ? അപ്പൊ അവരെയൊക്കെ എടുക്കാൻ കിട്ടും. ഇവനെ എടുത്താൽ എന്താണാ ചോദിക്കുന്നത്? അതാ ഞങ്ങളും ചോദിക്കുന്ന അതാ. ഇപ്പൊ ഇവിടങ്ങളിലുള്ള ആൺപിള്ളേരൊക്കെ ചോദിക്കുന്ന അതാ. അവരൊക്കെ പെണ്ണുങ്ങളെയാ കുറ്റം പറയുന്നത്. ആൺപിള്ളേരൊക്കെ ഇവിടമാര് തൊഴിലില്ലാതെ നേരം വെളുത്ത് തുണിയും പറിച്ചുകൊണ്ട് ഇറങ്ങിയേക്കുവാ എന്നും പറഞ്ഞ ഓരോ ആൺപിള്ളേരൊക്കെ പറയുന്നത്. എല്ലാരും തിരിഞ്ഞിരിക്കുക. അത് ഞാൻ അറിയുന്നതുകൊണ്ട് ഞാൻ അറിയുന്നവരോട് വിളിച്ചു പറയാ, കോൺഗ്രസ് കയറണേന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതുകൊണ്ട് അതിനിടയിൽ ഈ ഇതൊരു ഗുലുമാല് കൊണ്ടാക്കിയ കാരണം ഇപ്പം കോൺഗ്രസിന് വോട്ട് കിട്ടത്തില്ല. വരുമ്പറ്റൊന്നും വോട്ട് കിട്ടത്തില്ല. ഒത്തിരി പേര് പറഞ്ഞു ഞങ്ങൾ പോകുന്നില്ല. കോൺഗ്രസ്സുകാർ പറഞ്ഞു ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നേ ഇല്ലെന്നാ പറയുന്നത്. വോട്ട് കിട്ടത്തില്ല. എല്ലാ സ്ഥലങ്ങളിലും ഇവർ ഈ പ്രാവശ്യം കയറിയേനെ. എല്ലാ സ്ഥലങ്ങളിലും ഇവര് കയറിയേനെ. ഇവർക്ക് നല്ല ഭൂരിപക്ഷത്തിൽ ഇവർക്ക് ജയിക്കായിരുന്നു. ചെയ്തവർക്ക് ഇടിവായിപ്പോയി. ഇപ്പൊ ഞങ്ങൾ എല്ലാരും കോൺഗ്രസിനെ അങ്ങ് മറന്നു കളഞ്ഞിരിക്കുക. കോൺഗ്രസ് എന്ന സാധനമേ മറന്നു കളഞ്ഞിരിക്കുക. അതിപ്പോ എല്ലാരും പറയുന്നത് നമ്മുടെ ഇതിൽ നീ കോൺഗ്രസ് എന്നുള്ള ഈ രാഷ്ട്രീയം മാറിപ്പോകുന്നാ പറയുന്നത്. ഇതിന് നിലനിൽക്കത്തേ ഇല്ലെന്ന്. ഇപ്പൊ ഇച്ചിരി കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിലേ ഉള്ളൂ. അതിനോട് എല്ലാവർക്കും ഒരു ഇച്ചിരി ഇതുണ്ട്. അതേ ഉള്ളൂ. ഇതിപ്പോ ഇവരിത് തിരിഞ്ഞു വന്നില്ലെങ്കിൽ ഇത് പോക്കാം. ഇത് ഇപ്പം വേരോടെ കറി നമ്മളെ കൊണ്ട് കഴിയുന്നു. ഞാൻ അതിന് പറഞ്ഞു കൊടുക്കുവാ എല്ലാരോടും. എന്ത് തേമേ ഞാൻ പറഞ്ഞില്ലേ, എന്റെ അപ്പച്ചന്റെ മോനൊക്കെ ഇതിന്റെ വലിയ ആളാ. അവനോട് ഞാൻ എന്നും പറയും, മോനെ എങ്ങനെയാലും നീ അവരോട് പറയാം കൊച്ചിനെ തിരിച്ചെടുക്കാൻ പറ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.